കാറ്റത്തെ കിളിക്കോടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പോലീസുകാർ ഭാസ്കരനെയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ ബാക്കി എപ്പിസോഡാണ് ഇന്നത്തെ റിവ്യൂവിലുള്ളത്. അങ്ങനെ പോലീസ് അവരോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞു. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഞങ്ങൾക്ക് വേറൊരു വീടോ ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന്. ഭാസ്കരന് ദേഷ്യം പിടിച്ച് ഭാസ്കരനും നീ പോടാ എന്ന് ഗംഗാധരനോട് പറയുകയാണ്. ഭാസ്കരൻ ദേഷ്യത്തോട് കൂടി ഗംഗാധരനെ പോയി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാർ ഭാസ്കരനെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഒന്ന് അടങ്ങിയിരിക്കുക, ഞങ്ങൾ ഈ വീട് സീൽ ചെയ്യാൻ പോകുകയാണ്. സുധീഷ് പോലീസിനോട് പറയുന്നുണ്ട്, സാറേ എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് ചോദിക്കണം, എന്താണ് സംസാരിക്കാനുള്ളത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സാറ് ചോദിക്കുന്ന പണം ഞങ്ങൾ തരാമെന്ന് പറയുകയാണ്. അപ്പോൾ പോലീസ് ദേഷ്യത്തോട് കൂടി, നീ വിചാരിച്ചത് എന്താ ഞങ്ങൾ കൈക്കൂലി വാങ്ങുന്നവരാണെന്നോ? കൈക്കൂലി തന്നാൽ എന്താ പ്രശ്നം എന്നറിയോ? നിന്നെ ഇപ്പോൾ ജയിലിലിടാനുള്ള ഒരു വകുപ്പാണെന്ന് പറഞ്ഞ് സുധീഷിനോട് പോലീസ് പറയുകയാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാനുള്ളത് പെട്ടെന്ന് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങ്. അങ്ങനെ വീട് സീൽ ചെയ്യാനുള്ള ആൾക്കാർ വരും. അപ്പോഴും പിന്നെയും പോലീസ് പറയും, നിങ്ങൾക്ക് എടുക്കാനുള്ളത് എടുത്ത് ഇറങ്ങുക എന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, സാറേ എന്ന് വിളിക്കും. അപ്പോൾ സുധീഷ് പറയും, ഏട്ടൻ വാ, നമുക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇറങ്ങി, എന്താണ് ഈ വീടിൻ്റെ അവസ്ഥ, അതിലേറെ നല്ലത് ഈ വീട്ടിൽ നിന്നും പോകുന്നതാണെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും അകത്തോട്ടേക്ക് പോകും. സുഭാഷ് പോയി ഭാസ്കരനോട് പറയും, അച്ഛൻ എടുക്കാനുള്ളത് എടുക്കുക എന്ന് പറയും. അപ്പോൾ ഭാസ്കരൻ പറയും, ഇത് എൻ്റെ വീടാണ്, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഞാൻ എവിടേക്കും ഇല്ലെന്ന് ദേഷ്യത്തോട് കൂടി ഭാസ്കരൻ സുഭാഷിനോട് പറയും. അങ്ങനെ ഒടുവിൽ സുഭാഷിൻ്റെ നിർബന്ധത്തിൽ ഭാസ്കരൻ അകത്തോട്ടേക്ക് പോയി ഭാസ്കരൻ എടുക്കാനുള്ളതെല്ലാം എടുക്കുകയാണ്. അപ്പോൾ ഹരീഷ് സുധീഷിനോട് പറയും, നമ്മളുടെ വീടല്ലേ, ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോകാനാണെന്ന്. അപ്പോൾ സുധീഷ് പറയും, എവിടേക്കെങ്കിലും പോകാം, ഈ നശിച്ച വീട്ടിൽ നിന്നും, ഇവിടെ നിന്നിട്ട് എന്താ കാര്യമുള്ളത് എന്ന് സുധീഷ് പറയും. സങ്കടത്തോട് നിൽക്കുകയായിരിക്കും സുഭാഷ് എന്ന്. സുഭാഷിൻ്റെ അടുത്തോട്ടേക്ക് സുധീഷ് ചെന്നിട്ട് പറയും, സുഭാഷ് ഏട്ടൻ എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വാ എന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, എടാ ഇത് നമ്മുടെ വീടല്ലേ, ഇവിടെ നിന്ന് നമ്മൾ എവിടേക്കെങ്കിലും പോകാനാ. അപ്പോൾ സുധീഷ് പറയും, എങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്ന്. അപ്പോൾ ഹരീഷ് പറയും, ഈ വീട് സീൽ ചെയ്താൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, ഇത് പിന്നെ അവരുടെ വീടാകില്ലേ. സുധീഷ് പറയും, നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അവർ പോലീസുമായിട്ട് വന്ന് ഈ വീട് സീൽ ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ ഈ നശിച്ച വീട്ടിൽ നമ്മൾ നിൽക്കുന്നത്, ഈ വീട്ടിലുള്ള ശാപങ്ങളെല്ലാം ഇതോടുകൂടി മാറട്ടെ, എല്ലാവരും പോയി എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വാ എന്ന് സുധീഷ് പറയും. സുധീഷ് സങ്കടത്തോട് കൂടി പറയും, നമ്മൾ എല്ലാവരും ഇവിടെ പല പല മൂലക്കലിരുന്ന് കരഞ്ഞാൽ കാര്യം നടക്കില്ല. സുധീഷ് പറയും, നികേഷ് നീ നിനക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വാ, നിൻ്റെ ഹോൾ ടിക്കറ്റ് ബുക്ക് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങും. സുഭാഷ് പറയും, ഇനി നിധി ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ സുധീഷ് പറയും, ഞാൻ നിധിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം എന്ന് പറയാം. അപ്പോൾ ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി പറയും, ഈ വീട്ടിൽ നിന്നും ആരും പോകുന്നില്ല, എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുകയാണ്, എന്തിന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന്. ആ സമയത്ത് സുധീഷിന് ദേഷ്യം വരും. സുധീഷ് ദേഷ്യത്തിൽ ഭാസ്കരനോട് പറയും, നിങ്ങൾ കുറേ നേരമായല്ലോ ഇത് നമ്മുടെ വീടാണെന്ന് പറച്ചിൽ തുടങ്ങിയിട്ട്, ഇതിൻ്റെ ആധാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, പിന്നെ എന്താ നിങ്ങൾ ഈ വീട് നമ്മുടേതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ പോയി നിങ്ങൾക്ക് എടുക്കാനുള്ള നിങ്ങളുടെ റേഡിയോ, നിങ്ങളുടെ മരുന്ന് എല്ലാം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നോക്ക്, അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് നിധി ഓഫീസിൽ നിന്നും വരുന്നുണ്ടാവുക. അപ്പോൾ നിധി പേടിച്ച് അകത്തോട്ടേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് നിധി ചോദിക്കും, എന്താ പുറത്ത് പോലീസൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. സുഭാഷ് പറയും, വല്യച്ഛനും അതുപോലെ അമ്മായിയും വന്നിട്ട് ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി, അപ്പോൾ അവർ പോലീസിനെ കൊണ്ട് വന്നതാണ്. പോലീസ് പറഞ്ഞു ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ തന്നെ ഇറങ്ങി കൊടുക്കാൻ, ഈ വീട് സീൽ ചെയ്യാൻ പോവുകയാണെന്ന്. നിധി പറയും, എന്ത് വീട് സീൽ വെക്കാൻ പോവുകയാണെന്നോ. അപ്പോൾ നികേഷ് പറയാം, അതേ അടുത്തി വീട് സീൽ വെക്കാൻ പോവുകയാണെന്ന്, അവർ പ്രശ്നമുണ്ടാക്കി വന്ന് ഇപ്പോൾ ഇതാ പറയുന്നു വീട് സീൽ വെക്കാൻ പോവുകയാണെന്ന്, എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അറിയുന്നില്ലെന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയാണ്, നീ ഒന്നും മിണ്ടാതെ നിൽക്കും. സുധീഷ് പറയും, ഇതൊരു വീടാണോ, ഞാൻ എന്നും പറയാറില്ല ഈ വീട്ടിൽ നിന്നും പോകാമെന്ന്. സുഭാഷ് സങ്കടത്തിൽ നിധിയോട് പറയും, മോളെ മൂക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്തോ, വീട് അവർ കുറച്ച് കഴിഞ്ഞാൽ സീൽ ചെയ്യാൻ പോകും എന്ന് പറയും. ഈ സുധീഷിനോട് ചോദിക്കും, എന്താ ഈ വീട്ടിൽ നിന്ന് പോകാൻ, അപ്പോൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുമെന്ന്. അപ്പോൾ സുധീഷ് പറയും, അറിയില്ല, എങ്ങോട്ടേക്കെങ്കിലൊക്കെ പോകാം, അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടില്ലേ, എന്താ ഇതൊക്കെയെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. വീട് നമ്മുടേതാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആധാരം ഇല്ല,
ആധാരം കാണിച്ചു കൊടുത്താൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ തീരും. ഈ വീട്ടിൽ നമുക്ക് എന്താ നല്ലത് നടന്നിട്ടുള്ളത്? ഒന്നും നടന്നിട്ടില്ല. നാട്ടുകാർ ആ വീട് അങ്ങനെ, ഈ വീടിങ്ങനെ, അങ്ങനെ നാട്ടുകാരുടെ കളിയാക്കലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് പോകാമെന്ന് സുധീഷ് സങ്കടത്തോടു കൂടി നിധിയോട് പറയും. പിന്നെയും നിധി ചോദിക്കും പോലീസിനോട് സംസാരിച്ചില്ലേന്ന്. അപ്പോൾ സുധീഷ് പറയും പോലീസിനോടൊക്കെ സംസാരിച്ചു. അവരോട് പറഞ്ഞതാണ് വീട്ടിനുള്ളിൽ പാമ്പ് കണ്ടിട്ട് അതിനെ എടുത്തു മാറ്റാനാണെന്ന് പറഞ്ഞതാണ്. അവർക്ക് മനസ്സിലാവണ്ടേ എന്ന് പറയാണ്. സുധീഷ് പറയും നിധി നിനക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്ത് ഇറങ്ങാൻ നോക്ക്. അങ്ങനെ നിധി സുധീഷ് കരയുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. അപ്പം നിധിക്കും സങ്കടം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുഭാഷും അതുപോലെ നികേഷും ഹരീഷും ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നതാണ്. പക്ഷേ സങ്കടത്തോടു കൂടി സുഭാഷ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് സുഭാഷിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കും എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? കൊണ്ടുപോകാനുള്ളതെല്ലാം പാക്ക് ചെയ്യണ്ടേ? സുഭാഷ് ഏട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എവിടെയാണ്? ഞാൻ എടുത്ത് വെക്കാം എന്ന് പറയും ഹരീഷ്. സുഭാഷ് സങ്കടത്തോടു കൂടി പറയും ഇത് നമ്മുടെ വീടല്ലടാ. ഇവിടെ നമ്മൾ ഓടിച്ചാടി ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന് ഇവിടെ നിന്ന് എങ്ങനെയാടാ നമ്മൾ പോകുന്നത്? ഹരീഷ് സുഭാഷിനോട് പറയും ഏട്ടാ ഒന്ന് ധൈര്യത്തോടു കൂടി നിൽക്ക്. ഇതാണിപ്പോൾ നമ്മുടെ അവസ്ഥ. നമുക്ക് എങ്ങനെയെങ്കിലും വീട് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഹരീഷ് സുഭാഷിനെ സമാധാനിപ്പിക്കും. പിന്നീട് കാണിക്കുന്നത് പോലീസിനെയും അതുപോലെ സീൽ ചെയ്യാൻ വന്നവരെയുമാണ്. അങ്ങനെ സീൽ ചെയ്യാൻ വന്നവരെല്ലാം പേപ്പറെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കുകയായിരിക്കും. അതിനെ കുറച്ച് അപ്പുറത്ത് നിന്ന് ഗംഗാധരനും അതുപോലെ ലളിതയും നിൽക്കുന്നുണ്ടാവും. ലളിത ഗംഗാധരനോട് പറയും എന്താണ് അവർ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത്? ഇവർ 4 ആണുങ്ങൾക്കാണ് ഇത്രയും നേരം ഇറങ്ങാൻ വൈകിയതെന്ന് പറയും. അപ്പോൾ സുധീഷ് ദേഷ്യത്തോട് കൂടി പറയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. നിങ്ങൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നാൽ മതി എന്ന് പറയും. പോലീസ് ചോദിക്കും പിന്നെയും നിങ്ങൾ തുടങ്ങിയോ പ്രശ്നം എന്ന്? ഇതെല്ലാം ഇവിടെ നിർത്തിയെന്ന് പറയും പോലീസ്. പോലീസ് സീൽ ചെയ്യാനുള്ളവരോട് പറയും ഇനി നിങ്ങൾ സീൽ ചെയ്തോളി എന്ന് പറയും. അങ്ങനെ വീട് അടച്ച് പൂട്ടി അവർ സീൽ ചെയ്യും. ആ സമയത്ത് ഭാസ്കരനും സുഭാഷിനും ഹരീഷിനും നികേഷിനും സുധീഷിനും എല്ലാം വളരെയധികം സങ്കടത്തോടെ കൂടി നിൽക്കുകയായിരുന്നു. ലളിതയും ഗംഗാധരനും കുറച്ച് അപ്പുറത്ത് നിന്ന് ചിരിക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ ഭാസ്കരന് ഇഷ്ടപ്പെടുന്നില്ല. ഭാസ്കരൻ അവരോട് പറയും നീയൊക്കെ എന്തൊരു ജാതി സാധനങ്ങളാടാ, നിനക്കൊന്നും ഒരു മനസാക്ഷി എന്ന് പറയുന്നതില്ലടാ എന്ന് പറയും. നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് കുറച്ച് മണ്ണെടുത്ത് അവരുടെ ദേഹത്തോട്ടേക്ക് എറിയും. സുധീഷ് പറയും വലിയ ഡ്രാമ കളിച്ച് വീട് ഇപ്പോൾ നിങ്ങളുടെ സ്വന്തമാക്കിയില്ലേ, സീൽ ചെയ്തില്ലേ, നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്ന് പറയാം. അപ്പോൾ ലളിത പറയും നിങ്ങളുടെ അച്ഛൻ കണ്ടില്ലേ ഞങ്ങളെ ശപിച്ചുകൊണ്ട് പോകുന്നത്? അയാളുടെ ശാപമൊന്നും ആർക്കും കേൾക്കാൻ പോകുന്നില്ല. വീട്ടിൽ നിന്നും സംസാരിക്കാതെ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോടാ എന്ന് ദേഷ്യത്തോടു കൂടി ലളിത അവരോട് പറയും. ആ സമയത്ത് ഹരീഷ് പറയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നത് എന്താ നിങ്ങൾക്ക് കണ്ടൂടെ? ഹരീഷ് പറയും സുഭാഷ് ഏട്ടാ വാ നമുക്ക് പോകാം എന്ന് പറയും. ആ സമയത്ത് ലളിത പറയും സാറേ ബാക്കിലും പോയി സീൽ വെക്കണം, ഇല്ലെങ്കിൽ ഇവർ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിലൂടെ അകത്തോട്ടേക്ക് കയറും. സുധീഷ് പറയും സുഭാഷ് ഏട്ടാ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആ വീട്ടിൽ നിന്നും ഇറങ്ങും. സുധീഷ് ഫോൺ എടുത്ത് സുധീഷിൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കും ഏതെങ്കിലും ഹോട്ടൽ ഒഴിവുണ്ടോ എന്ന്. ആ സമയത്ത് ഉണ്ടെന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും ഹോട്ടലോ, ഇനി ഹോട്ടലിലോട്ടാണോ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഹരീഷ് പറയും ഇപ്പോൾ രാത്രി ആവാറായില്ലേ, ഇനി നമുക്ക് ഹോട്ടലിൽ തങ്ങാം, എന്നിട്ട് നാളെ എവിടെയെങ്കിലും ഒരു നല്ല വീട് കിട്ടുമെന്ന് നമുക്ക് ശ്രമിക്കാൻ പോകാം എന്ന് സുഭാഷ് പറയും. ആ സമയത്ത് ഭാസ്കരൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാകും വീട്ടിൽ നിന്നും പോരാതെ. ഇനി സുഭാഷ് പറയും അച്ഛാ വാ നമുക്ക് പോകാം, ഇതിപ്പോൾ നമ്മളുടെ വീടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരനെ പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റും. അങ്ങനെ അവരെല്ലാവരും കാറിൽ പോകുന്ന സമയത്ത് അവർ അവിടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും സങ്കടത്തോടു കൂടി ഓർത്തെടുക്കുകയായിരിക്കും. അങ്ങനെ അവർ ഹോട്ടലിലെത്തിയ ശേഷം സുഭാഷും സുധീഷും അവിടെയുള്ള മാനേജറോട് ചോദിക്കും ഇവിടെ ഞങ്ങൾക്കൊരു 3 റൂം വേണമെന്ന് പറയും സുധീഷ്. അപ്പോൾ അയാൾ പറയും ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയും. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആകെ 2 റൂമുള്ളൂ എന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും 2 റൂം മതിയല്ലോ. അപ്പോൾ സുധീഷ് മനസ്സിൽ വിചാരിക്കും ഞാനും നിധിയും ഒരു മുറിയിൽ. അപ്പോൾ സുഭാഷ് പറയും നിധിക്കൊരു മുറി, ബാക്കി നമ്മൾ 5 പേർക്ക് ഒരു മുറി മതിയല്ലോ. സുധീഷ് ചോദിക്കും എക്സ്ട്രാ ബെഡില്ലെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും എക്സ്ട്രാ ബെഡൊക്കെ ഉണ്ട്, പക്ഷേ ഒരു മുറിയിൽ 3 പേരേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം എന്ന് പറയും. ഇനി അതല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തോളാം, അപ്പോൾ റൂം കാലിയാണെങ്കിൽ അപ്പോൾ തന്നാൽ മതിയെന്ന് പറയും. അപ്പോൾ അവർ പറയും എങ്കിൽ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയും. അവർ പറയും 8000 ആവും എന്ന് പറയാം. അപ്പോൾ സുധീഷ് ൻ്റെ കയ്യിൽ കുറച്ച് പണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സുഭാഷ് പറയും ഇന്ന് ഈ പണവും എടുത്തു എന്ന് പറഞ്ഞ് സുഭാഷിൻ്റെ കയ്യിലുള്ള പണവും സുധീഷിന് കൊടുക്കും. പിന്നെ ഹരീഷിൻ്റെ കയ്യിലുള്ള പണം സുധീഷിന് കൊടുക്കും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.